സാംസങ്ങിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഫോണുകൾ സാംസങ് M സീരീസിലെ ഫോണുകളാണ്. സാംസങ് M31 ആവട്ടെ, സാംസങ് M21 ആവട്ടെ, സാംസങ് M30s ആവട്ടെ, സാംസങ് M20 ആവട്ടെ, ഇതെല്ലാം നല്ല രീതിയിൽ വിൽപ്പനയുള്ള ഫോണുകളാണ്. സാംസങ്ങിൻ്റെ ഓൺലൈൻ സീരീസ് തന്നെയാണ് M സീരീസ്. അപ്പോൾ ഈ സാംസങ് M സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ സാംസങ് ഗാലക്സി M31s ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ് M31s എങ്ങനെയുണ്ട്? ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ? ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടിയോ? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഓൺ ഫോൺസിൻ്റെ അടുത്ത വീഡിയോയുടെ സാധനം നമ്മുടെ വീഡിയോ കിടക്കണമെന്ന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും ഡിസൈനും നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു ഫുൾ HD+ൻ്റെ അമോലഡ് ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോൾ ഉള്ള ഒരു അമോലഡ് ഡിസ്പ്ലേ ആണ്. ഇത് വെറും ഒരു അമോലഡ് ഡിസ്പ്ലേ ആണ്, അല്ലാതെ നമുക്കൊരു ഹൈ റിഫ്രഷ് റേറ്റ് ഉള്ള അമോലഡ് ഡിസ്പ്ലേ ഒന്നുമല്ല. 60 Hz തന്നെയാണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. ഈ ഫോണിൻ്റെ ഡിസൈനിലോട്ട് കിടക്കണമെങ്കിൽ ബാക്കിയുള്ള M സീരീസ് ഫോണുകളെ പോലെയുള്ള ഒരു ഡിസൈനിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ഡിസൈനാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്തവണ നമുക്ക് സാംസങ്ങിൻ്റെ A സീരീസിലെ ഫോണുകളെ പോലത്തെ ഒരു ബാക്ക് ഡിസൈനായിട്ട് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ M31, M21 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ചീപ്പ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പക്ഷേ കുറച്ചുകൂടെ ഒരു ഗ്ലാസ്റ്റിക് പോലത്തെ, അതായത് സാംസങ്ങിൻ്റെ S10 ലൈറ്റിലൊക്കെ ഉപയോഗിച്ച പോലത്തെ ഒരു ഫിനിഷാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. കുറച്ചുകൂടെ ഗ്ലോസി അല്ല, കുറച്ചുകൂടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു ബാക്കാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ ഫോണിൽ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള കാര്യം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ Exynos 9611 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് നമ്മൾ സാംസങ് ഗാലക്സി M31 കണ്ടു, M30s കണ്ടു, M21 കണ്ടു. അങ്ങനെ സാംസങ്ങിൻ്റെ M സീരീസിലെ ബാക്കിയുള്ള ഫോണുകളിൽ യൂസ് ചെയ്യുന്ന അതേ പ്രൊസസ്സർ തന്നെയാണ്. നമുക്ക് M31 നിന്ന് M31s കയറുമ്പോൾ ഒരു അപ്ഗ്രേഡ് ഒന്നും ഇല്ലാത്തത് ഈ ഒരു കാര്യത്തിലാണ്. ഈ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, പോക്കോ X2 ആവട്ടെ, റിയൽമി 6 Pro ആവട്ടെ, റിയൽമി X2 ആവട്ടെ, മോട്ടോ One Fusion Plus ആവട്ടെ, ഇതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊസസ്സറിനെക്കാട്ടിലും അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പ്രൊസസ്സറല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടി ഈ ഫോൺ ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു നോർമൽ യൂസിന് തരക്കേടില്ലാത്ത ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ Exynos 9611 എന്ന് പറയുന്നത്. 2 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റും ഒരു 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഹയർ എൻഡ് വേരിയൻറ്റും. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിലോട്ട് എടുക്കാം. ക്യാമറയിൽ ചെറിയൊരു വ്യത്യാസം ഇത്തവണ സാംസങ് കൊണ്ടുവന്നിരിക്കുകയാണ്. സാംസങ് സാധാരണ അവരുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ സ്വന്തം സെൻസറുകളാണ്, പ്രൈമറി ക്യാമറ ആയിട്ടാണെങ്കിലും സെക്കൻഡറി ക്യാമറ ആയിട്ടാണെങ്കിലും. പക്ഷേ ഇത്തവണ ഈ ഫോണിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 MP സോണി സെൻസറാണ്. നമ്മൾ പോക്കോ X2 യൂസ് ചെയ്യുന്ന ആ ഒരു IMX686 എന്ന് പറഞ്ഞ സെൻസർ അതല്ല, അതുമായിട്ട് ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സെൻസറാണിത്. IMX682 എന്ന് പറഞ്ഞ സെൻസറാണ്. IMX686ഉം IMX682 തമ്മിലുള്ള മെയിൻ വ്യത്യാസം മിക്കവാറും ആ ഒരു വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസിലായിരിക്കും. അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് സോണിയുടെ വെബ്സൈറ്റിലൊന്നും കണ്ടില്ല, അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കൊല്ലം IMX586 ഉണ്ടായിരുന്നു, IMX582 ഉണ്ടായിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ IMX582ൽ നമുക്ക് 4K 60 കിട്ടുന്നില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയ വ്യത്യാസം തന്നെയായിരിക്കും IMX686ഉം IMX682ഉം തമ്മിൽ കിട്ടുന്നത്. അതായത് നമുക്ക് ഈ ഫോണിൽ 4K 30 റെക്കോർഡിംഗ് ലഭിക്കുന്നതായിരിക്കില്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെക്കൻഡറി ക്യാമറാസ് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 12 MP അൾട്രാവൈഡ് സെൻസറാണ്. ബാക്കിയുള്ള മിക്ക കോമ്പറ്റീറ്റേഴ്സിലും യൂസ് ചെയ്തിരിക്കുന്ന ഒരു 8 MP അൾട്രാവൈഡ് സെൻസറാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരു അൾട്രാവൈഡ് ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം ഇത്. പിന്നെ അത് നമുക്ക് ലഭിക്കുന്ന ഒരു 2 MP മാക്രോയും 5 MP ഡെപ്ത് സെൻസറുമാണ്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 32 MP സെൽഫി ക്യാമറയും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K 30 വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. 4K 60 വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. EISും കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. OIS അവൈലബിൾ ആയിട്ടും ഇല്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററിയിലോട്ട് എടുക്കാം. ബാക്കിയുള്ള എല്ലാ M സീരീസ് ഫോണുകളെയും പോലെ ഈ ഫോണിൽ നമുക്ക് വലിയൊരു ബാറ്ററിയാണ് ലഭിക്കുന്നത്. 6000 mAh ബാറ്ററി തന്നെയാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. M30sലും M31ലും M21ലും ഒക്കെ ലഭിച്ച അതേ ബാറ്ററി തന്നെയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് ഒരു അപ്ഗ്രേഡാണ് ലഭിച്ചിരിക്കുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സാംസങ്ങിൻ്റെ S20 സീരീസിൽ ലഭിക്കുന്ന അതേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് 25 വാട്ടിൻ്റെ. ഇനി മിസലേനിയസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ മൈക്രോ SD കാർഡ് എക്സ്പാൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് നമുക്ക് ഇതിൽ ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല മിസലേനിയസ് കാര്യത്തിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിങ്ങിലോട്ട് എടുക്കാം. ബേസ് വേരിയൻ്റായ 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റെ വില 19,499 രൂപയാണ്. അടുത്ത വേരിയൻ്റ് 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ 21,499 രൂപയാണ്.
പ്രൈസിങ് നോക്കുകയാണെങ്കിൽ തരക്കേട്ടില്ലാത്ത പ്രൈസിങ് തന്നെയാണ് സാംസങ് ഇത്തവണ M31s കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ തുടങ്ങുന്നത് ഓഗസ്റ്റ് 6-നാണ്. ഇത് ആമസോണിലും samsung.com-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ്ലൈൻ അവൈലബിലിറ്റി പറ്റി പറഞ്ഞിട്ടില്ല. ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഏത് ഫോണുമായിട്ടും കിടപിടിക്കാവുന്ന ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. പോരാത്തതിന് നമുക്ക് ക്യാമറയുടെ കാര്യത്തിലോട്ട് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ, അതായത് സോണി IMX682 എന്ന് പറഞ്ഞ സോണി സെൻസർ തന്നെ ഇതിൽ തരുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ Exynos 9611 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ഫോൺ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊന്ന് മുട്ടിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പോക്കോ X2, റിയൽമി X2, റിയൽമി 6 Pro, മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ്, റെഡ്മി നോട്ട് 9 Pro Max, വിവോ Z1X, അത്രയൊക്കെ തന്നെയാണുള്ളൂ മെയിനായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്. ഇനി നമുക്ക് കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി M31 വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പോക്കോ X2 ആയിട്ട് നോക്കാം. പോക്കോ X2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഫോണിലെ പ്രോസസ്സറിൻ്റെ കാര്യം തന്നെയാണ്. നമുക്ക് പോക്കോ X2 ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അതുമായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത എന്നല്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു താഴ്ന്ന ലെവലിലുള്ള പ്രോസസ്സറാണ്. നമ്മുടെ സാംസങ് ഗാലക്സി M21 ലഭിക്കുന്ന അതേ പ്രോസസ്സർ തന്നെയാണ്. അതിൻ്റെ വില 14,500 രൂപയാണ്. ആ ഒരു വിലയ്ക്ക് ആ ഒരു പ്രോസസ്സർ തരക്കേടില്ല എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഈ ഒരു വില 19,500 രൂപയ്ക്ക് പറ്റിയ പ്രോസസ്സറാണ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോക്കോ X2 ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോക്കോ X2-ലാണ് ലഭിക്കുന്നത്. പക്ഷേ പ്രൊസസ്സർ ഒഴികെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് പോക്കോ X2 ആയിട്ട് ഒന്നിനോടൊന്ന് മികച്ചു നിൽക്കുന്ന ഒരു ഫീച്ചർ സെറ്റാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. പോക്കോ X2 നമുക്ക് 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ വന്നാൽ നമുക്ക് 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. അതും സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും മികച്ച AMOLED ഡിസ്പ്ലേകൾ ഒരെണ്ണം തന്നെയായിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലത്തെ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. IMX686ഉം IMX682. ഞാൻ നേരത്തെ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഏറെക്കുറെ ഒരേപോലത്തെ ക്യാമറ സെൻസറുകൾ തന്നെയാണ് രണ്ട് ഫോണിലും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും നന്നായിരിക്കുന്നുണ്ടായിരുന്നു. സാംസങ് ഗാലക്സി M31 നമുക്ക് സാംസങ്ങിൻ്റെ GW1 എന്ന് പറഞ്ഞ സെൻസറായിരുന്നു യൂസ് ചെയ്തത്. ആ ഫോണിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ലഭിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ പോക്കോ X2 ആയിട്ടൊന്ന് കിടപിടിക്കാവുന്ന ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ഫോണിൽ ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോക്കോ X2 വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ് വേണ്ടത്, കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ പോക്കോ X2 തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. ഇനി റിയൽമി 6 Pro നോക്കാം. റിയൽമി 6 Proയും പോക്കോ X2 പോലത്തെ ഒരു ഫോൺ തന്നെയാണ്. ഏകദേശം ഏറെക്കുറെ സിമിലർ ഫീച്ചേഴ്സാണ് രണ്ടിലും ലഭിക്കുന്നത്. അതിൽ ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 720G ആണ്. അതും ഞാൻ നേരത്തെ 730G ആയിട്ട് കമ്പയർ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് റിയൽമി 6 Proയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ റിയൽമി 6 Proയിലോട്ട് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ സെക്കൻഡറി ക്യാമറാസ് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഏറെക്കുറെ സിമിലർ തന്നെയായിരിക്കണം. ഞാൻ നേരത്തെ പോക്കോ X2യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് റിയൽമി 6 Proയിൽ യൂസ് ചെയ്തത് സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ്. ശരിക്കും ക്യാമറ ഹാർഡ്വെയർ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സാംസങ് സെൻസറും ഒരു സോണി സെൻസറും ഏറെക്കുറെ ഒരേ ബഡ്ജറ്റുള്ള രണ്ട് സെൻസറും എടുത്ത് നോക്കിയാൽ മിക്കവാറും എപ്പോഴും സോണി സെൻസറാണ് ബെറ്റർ. അപ്പോൾ അതിൻ്റെ ബെറ്റർ ഏതാണെന്ന് നമ്മൾ പോക്കോ X2ൽ കുറേ കണ്ടതാണ്. പോക്കോ X2ൻ്റെ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു 20,000 രൂപയുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ഒരു പ്രൈമറി ക്യാമറ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ M31sൽ നമുക്ക് റിയൽമി 6 Proയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനോടൊത്ത് നിൽക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പോക്കോ X2യുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യം അതേപോലെ തന്നെയാണ് പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയൽമി 6 Proയിൽ 90 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേയാണ് ലഭിച്ചതെങ്കിൽ ഇതിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതും ഏറ്റവും മികച്ച ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച AMOLED ഡിസ്പ്ലേയിൽ ഒരെണ്ണം തന്നെയാണ്. അപ്പോൾ നമ്മൾ പോക്കോ X2 ആയിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെയും കൺക്ലൂഷൻ വരിക. കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ്, കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ഓപ്ഷനാണ് വേണ്ടെങ്കിൽ റിയൽമി 6 Pro, അല്ലെങ്കിൽ നമ്മുടെ AMOLED ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് വേണമെങ്കിൽ M31s തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. ഇനി നമുക്ക് റിയൽമി X2ൻ്റെ കാര്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽമി 6 Proൻ്റെയും പോക്കോ X2ൻ്റെയും കാര്യം പറഞ്ഞ പോലെയാണ് ഇതിലെ പെർഫോമൻസിൻ്റെ കാര്യം. നമുക്ക് പെർഫോമൻസ് വേണമെങ്കിൽ റിയൽമി X2 തന്നെയാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് റിയൽമി X2ൽ ലഭിക്കുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും M31sലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ AMOLED ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പോഴും M31s തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫോണുകളെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആൻഡ് വാല്യൂ ഫോർ മണി വേണമെങ്കിൽ റിയൽമി X2. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, ബാറ്ററി, കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ, ഇതെല്ലാം വേണമെങ്കിൽ M31s. ഇനി അടുത്തത് പറയാൻ പോകുന്ന മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസും ഇതേ കൺക്ലൂഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. അപ്പോൾ അതിൽ നമുക്ക് പെർഫോമൻസ് ആണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ്മി നോട്ട് 9 Pro Maxൻ്റെ കാര്യം പറയാം. റെഡ്മി നോട്ട് 9 Pro Maxലും പെർഫോമൻസ് ആണ് കുറച്ചുകൂടെ ബെറ്ററായി നിൽക്കുന്നത്.
പോരാത്തതിന് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിനും അല്ലെങ്കിൽ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിനും ലഭിക്കുന്നത് 5000 mAh ബാറ്ററിയാണ്. നമുക്ക് M31s കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് 5000 mAh വെച്ചിട്ട് ഈ രണ്ട് ഫോൺ നമുക്ക് തരാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ലഭിക്കുന്ന പ്രൊസസ്സേഴ്സിൻ്റെ കാര്യം വെച്ച് നോക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ M31s 9611 നല്ലോണം ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ്സ് ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 730Gയും സ്നാപ്ഡ്രാഗൺ 720Gയും. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് ഈ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസോ M31s എടുക്കണമെന്നില്ല. ഏകദേശം ഒരേപോലത്തെ ബാറ്ററി അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് ലഭിക്കുന്നത് വൺ ഫ്യൂഷൻ പ്ലസിൽ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലാണ്. ക്യാമറയുടെ കാര്യത്തിലും ഏകദേശം ഒരേപോലത്തെ റിസൾട്ട്സ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പിന്നെ M31s ഈ രണ്ട് ഫോണിനെക്കാട്ടിലും ബെറ്ററായിട്ട് നമുക്ക് തോന്നുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. 60 Hz AMOLED ഡിസ്പ്ലേ, അതും ഈ ഒരു ബഡ്ജറ്റ് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച AMOLED ഡിസ്പ്ലേകളിൽ ഒരെണ്ണം തന്നെ. അപ്പോൾ ഈ ഒരു എല്ലാ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ കുറവ് സാംസങ്ങിൻ്റെ തന്നെ Exynos 9611 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ബാക്കിയുള്ള ഒരു കോമ്പറ്റീറ്ററുമായിട്ട് നമുക്ക് നേരിട്ടൊന്ന് ഡയറക്റ്റായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സറാണ് ഇതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിന് വേണ്ടി ഈ ഒരു ഫോൺ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സാംസങ് ഗാലക്സി M31s സജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് ഏറ്റവും മികച്ച ഡിസ്പ്ലേയിൽ ഒരെണ്ണം തന്നെയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഫോൺ ലഭിക്കുന്നത്. അതും നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ ആവട്ടെ 12 MP ഇതിൽ ലഭിക്കുന്നത്. ബാക്കി എല്ലാ ഫോണിലും നമുക്ക് 8 MP വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നത്. ബാക്കി നമ്മൾ ഈ എടുത്തു പറയാത്തൊരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു റെഡ്മി K20, അതിൽ മാത്രമാണ് ഒരു 13 MP കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നു. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഫോൺ ഒരെണ്ണം തന്നെയാണ് സാംസങ് ഗാലക്സി M31s. പോരാത്തതിന് ഒരു 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇത്തവണ അവർ തന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി M31 ആവട്ടെ M21 ആവട്ടെ അതിലൊക്കെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. അത് ഇത്തവണ ഒന്ന് സോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൺക്ലൂഷൻ പറയണമെന്നുണ്ട്, ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ നോക്കിയാൽ നമുക്ക് ഈ ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് 6GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്തൊരു വാല്യൂ ഫോർ മണിയാണ് സാംസങ് ഈ ഫോണിൽ നമുക്ക് തരുന്നത്. ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി അല്ല, സാംസങ്ങിൻ്റെ ഗാലക്സി M31 വെച്ച് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ വാല്യൂ ഫോർ മണി ഓപ്ഷനായിട്ട് തോന്നുക. അല്ലെങ്കിൽ M21 ആണെങ്കിൽ, പക്ഷേ M21-നെക്കാട്ടിലും M31-നെക്കാട്ടിലും കുറച്ചുകൂടെ പ്രീമിയം ഓപ്ഷനായിട്ടാണ് നമുക്ക് ഈ ഫോൺ തോന്നുന്നത്. കാരണം ഇതിൽ നമുക്ക് ബേസ് വേരിയൻ്റായിട്ട് ലഭിക്കുന്നത് 6GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഫോൺ വാങ്ങണോ വേണ്ടി, ഈ ഫോൺ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റാവുന്ന ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മളിത് ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരാൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ബാക്കിയുള്ള മോഡലുകളായിരിക്കും. നമ്മൾ ഇതെല്ലാം ബാക്കിയുള്ള മോഡലുകളെല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 20,000 രൂപയ്ക്കടിയിൽ ഏറ്റവും മികച്ച ഫോണിലെന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇപ്പം തന്നെ പോയി കാണുക. പക്ഷേ ഒരു ഗെയിമർ അല്ല, അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോമൻസ് വേണ്ട ഒരു നോർമൽ യൂസിനുള്ള ഫോണാണ് എങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M31s. അപ്പോൾ കൺക്ലൂഷൻ പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഒരു ഗെയിമർ അല്ല, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണല്ല വേണ്ട, ഒരു നോർമൽ യൂസിനുള്ള ഒരു നല്ലൊരു ഫോണാണ്. നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു ഡിസ്പ്ലേ വേണം, നല്ലൊരു ബാറ്ററി വേണം എന്നൊക്കെയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M31s. പോരാത്തന്നെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ചൈനീസ് ഫോണുകളാണ് എന്നും ഓർക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ചൈനീസ് ഫോൺ എടുക്കണ്ട, പകരം ഒരു വേറൊരു ബ്രാൻഡഡ് അല്ലെങ്കിൽ ചൈനീസ് അല്ലാത്ത വേറൊരു ബ്രാൻഡുള്ള ഒരു ഫോൺ എടുക്കണം എന്നാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സാംസങ് ഗാലക്സി M31s തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സാംസങ് ഗാലക്സി M31sൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ M31s ചൂസ് ചെയ്യുമോ അതോ ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ പറഞ്ഞ പോലെ പോക്കോ X2, റിയൽമി 6 Pro, റിയൽമി X2, മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസ്, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുമോ? ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.